അപ്പൊ ഇത് ഞങ്ങൾ മഴ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷീറ്റിന്റെ മുകളിൽ പണിയെടുക്കാണ്. ഇവിടെ ഓട്ടയുണ്ട് ചെറുതായിട്ട്. എന്റെ പുറം നനയുണ്ട്. അപ്പൊ ഇന്നത്തെ നിന്റെ പുറം നനയല്ല. അപ്പയും മോളും കൂടി ചെടി നടാനുള്ള പരിപാടിയാണ്. എന്ത് ചെടിയാണ് ഗ്രീസ് നടണേ അറിയോ? എന്ത് പ്ലാന്റാന്ന് പറഞ്ഞപ്പാ? ഇൻഡോർ പ്ലാന്റ് എന്ന് പറഞ്ഞാ എന്തിനൊക്കെ ചെയ്യണേ? അപ്പനെ എന്തൊക്കെ ഹെൽപ്പ് ചെയ്യണേ? എന്നിട്ട് നമ്മളന്ന് അമ്മ വീട്ടിൽ പോയിപ്പോ അവിടെ നിന്ന് ഒരു ചെടി കെട്ടിക്കൊണ്ടില്ലേ കാറിന്റെ ബാക്കിൽ വെച്ചിട്ട്. അപ്പൊ അതിനെ കട്ട് ചെയ്ത് തൈകളാക്കി നടാനാണ്. എന്നിട്ട് എനിക്കിവിടെ ബോർഡർ പോലെ ഫുൾ ചുറ്റും വെക്കണം ഒരു ആഗ്രഹമുണ്ട്. മുളച്ചാൽ മുളയ്ക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് കവറിന് മൊത്തം മണ്ണും വളക്കെ നിറയ്ക്കുന്നത്. എണ്ണി നോക്കിട്ട് മതി. അപ്പൊ അന്നത്തെ നിറയ്ക്കാൻ വരാം. ഞാൻ ഒന്നും ചെയ്യാണ്ടിങ്ങനെ ഇരിക്കാണ്ട് കറിയൊന്നും വെച്ചിട്ടില്ല. 1 മണിയായി. സ്റ്റീവ് സമ്മതിക്കണില്ല. ഗ്രേസ് ആണെങ്കിൽ അവന്റെ കൂടെ കളിക്കാണ്ട് ഇങ്ങനെ കാര്യം അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുക. അതാ പറഞ്ഞ അപ്പനെ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുക. അപ്പനെ ഹെൽപ്പ് ചെയ്യണമെന്നും എന്റെ പരിപാടികളൊന്നും നടക്കണില്ല. കൊച്ചു ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞതാ കുറച്ച് ദിവസം. നല്ല മഴ ദിവസമാണ് കേട്ടോ. അന്ന് കുറച്ചു നേരം വെയിലുണ്ടായിരുന്നു, പിന്നെ മഴയോട് മഴ. അങ്ങനെ ഞാൻ പയ്യെ സ്റ്റീവനെയും ഗ്രേസിനെയും വീടിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ടാ. കാരണം ഇനി അധികം നേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ അവർ എൻ്റെ ഫുഡ് ഉണ്ടാക്കുന്നത് ലേറ്റായി പോവും. പിന്നെ ഇന്ന് രാവിലെ ആണെങ്കിൽ ഇന്നത്തെ രാവിലത്തെ വീഡിയോയിൽ കണ്ടല്ലോ ചേമ്പ് പുഴുക്ക് ഉണ്ടാക്കിയത്. ചേമ്പ് പുഴുങ്ങി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിച്ച കാരണം അമ്മയ്ക്ക് ഓൾറെഡി രാവിലെ ഓട്സ് കൊടുത്തിട്ട് വീണ്ടും കുറച്ച് നേരം ഗ്യാപ്പ് ഇട്ടിട്ടാണ് അത് കൊടുത്തത്. അപ്പോൾ അമ്മയ്ക്ക് അത്ര വലിയ വിശപ്പൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവർ ഗ്രേസ് സനജാൻ്റെ അടുത്ത് ഭയങ്കര ഇൻട്രസ്റ്റിൽ ഇങ്ങനെ ചെടികളെക്കുറിച്ചും പിന്നെ അതെങ്ങനെ നടനയെക്കുറിച്ചും പിന്നെ എന്തൊക്കെയോ ഭയങ്കര നാട്ടുവിശേഷം വീട്ടുവിശേഷം കപ്പയും മോളും കൂടി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ അവളധികം ഫോഴ്സ് ചെയ്തില്ല സ്റ്റീവൻ്റെ കൂടെ കളിക്കാൻ പറഞ്ഞ്. അപ്പോൾ അത് കാരണം കേട്ടോ ഇച്ചിരി ലേറ്റ് ആയത്. പിന്നെ കുഴപ്പമില്ല, ഇച്ചിരി കുറച്ച് ലേറ്റ് ആയാലും ഫുഡ് കഴിക്കാൻ എല്ലാവരും ഓക്കെ ആയതുകൊണ്ട് പിന്നെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പം ഞാനിന്ന് വേറെ പ്രത്യേകിച്ച് കറിയൊന്നും വെക്കണില്ല. മീൻ ഇന്ന് രാവിലെ വന്നത് ഞാനൊരു 4 മീൻ എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ബാക്കിയുള്ള മീൻ ഫ്രീസറിലേക്ക് വെച്ചു. അത് പിന്നെ കറി വയ്ക്കാം. കാരണം കറിവെപ്പ് എന്തായാലും ഇപ്പം നടക്കില്ല. അപ്പോൾ കുറച്ച് ഓൾറെഡി ക്ലീൻ ചെയ്ത മീനായതുകൊണ്ട് പണികൾ പെട്ടെന്ന് നടക്കുമല്ലോ. അപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് മീൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മീനിന് മസാല പുരട്ടി അധികം നേരം ഒന്നും വെക്കണമെന്നില്ല. അപ്പം തന്നെ സ്പോട്ടിൽ വറക്കാണ്. കാരണം സമയമില്ലാത്തത് കൊണ്ട് അങ്ങനെ വെക്കണം. ഇത് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അങ്ങനെ ഒന്നും ഇടണില്ല. പിന്നെ സാധാ പോലെ വെളിച്ചെണ്ണ ഒഴിച്ച് വറക്കാം, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഇപ്പോൾ ധൃതി പിടിച്ച് ചെയ്തുകൊണ്ടാണെന്ന് അറിയില്ല, മുളക് പൊടിയൊക്കെ ഇട്ടിപ്പോൾ ഇച്ചിരി കൂടിപ്പോയി മീൻസ് എരിവ് കൂടിയെന്ന് അല്ല, മസാലയുടെ അളവ് കൂടിപ്പോയി. അപ്പോൾ പിന്നെ വിചാരിച്ചു എനിക്ക് മീൻ കറി എങ്ങാനും ഇന്ന് വൈകുന്നേരം ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മസാല ഞാൻ സൈഡിലേക്ക് ഇങ്ങനെ ഒതുക്കി മാറ്റിയിട്ടാം. സ്റ്റീവിനെ കുറേ നേരമൊക്കെ ഗ്രേസ് കളിപ്പിക്കും. പിന്നെ അവൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ബോറടിക്കും. പിന്നെ അവൾ എന്തെങ്കിലുമൊക്കെ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവൾ പയ്യെ അവനങ്ങോട്ട് ഒഴിവാക്കി വിടും. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ പിന്നെ വീണ്ടും അവരിങ്ങനെ കളിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവൻ എന്നെ അന്വേഷിച്ച് വരും. ചേച്ചി കളിക്കാണ്ട് എങ്ങാനൊന്ന് വലിയാണെങ്കിൽ അവൻ എന്നെ അന്വേഷിച്ച് അങ്ങനെ വരാറുണ്ട് കേട്ടോ. ഇപ്പോൾ രണ്ടുപേരെയും ഞാൻ സഹകരിപ്പിച്ച് ടി വിയുടെ മുന്നിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട്. ടി വിയുടെ മുന്നിലാണെങ്കിലും ഗ്രേസ് എന്നെ കാണാൻ ഇൻട്രസ്റ്റാണ്. സ്റ്റീവിന് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല. കുറച്ച് കഴിയുമ്പോൾ എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് തിരിച്ചു വരും. അപ്പോൾ അതേ സനജാണ് ഇവിടെ നമ്മുടെ ചെടികൾ നടൽ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല കത്തനുണ്ടോ, സൂപ്പർ. നമ്മൾ ആമസോണിൽ മേടിച്ചത്. വിലയൊക്കെ അന്ന് ഞാൻ പറഞ്ഞിരുന്നു, എത്ര എനിക്ക് ഓർമ്മയില്ല. 200 എത്രയുണ്ടെന്നോ, 200-300 ആണോ. സിമ്പിൾ ആയിട്ട് മുറിയുണ്ട്. ഇത്ര വലിയ കമ്പൊക്കെ നല്ല സുഖമായിട്ട് കട്ടായി പോണ്ടി. കട്ടായില്ലെങ്കിലും നല്ല നല്ല സൂപ്പറായിട്ട് മീൻസ് ഇതുണ്ടോ
അടിപൊളി. മറ്റേ ഞാൻ വെട്ടൂത്തി വെച്ച് വെട്ടലായിരുന്നു പരിപാടി. ഞാൻ ഇപ്പോഴും വെട്ടൂത്തിക്ക് എടുത്തിട്ട് വന്നതാ. പക്ഷെ ഇതുകൊണ്ട് വെറുതെ ചെക്ക് ചെയ്ത് നോക്കാൻ വെച്ചിട്ട് കട്ട് ചെയ്ത് നല്ല സിമ്പിൾ ആയിട്ട് പറയുന്നു. നല്ല അടിപൊളി നോക്കിയാ. ഇതൊക്കെ നല്ല വലിയ തടിയാണെങ്കിൽ പോലെ നല്ല അടിപൊളിയായിട്ട് വെട്ടാം. നല്ല മുറിച്ചിട്ടുണ്ടല്ലേ പൊടി. ഞാൻ പറഞ്ഞ ഇവിടെ ചട്ടി ചട്ടിയല്ലോ ചേട്ടൻ്റെ ഇഷ്ടമുള്ള സ്ഥലത്ത് ചേട്ടി. അതായത് നമുക്കിങ്ങനെ ചെറുതായിട്ടില്ല ഇത് കട്ട് ചെയ്ത് കളയുന്ന പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കണ്ട് പോവാം. നല്ല മേടിച്ചേ. നല്ല വെട്ടാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട് പെട്ടെന്ന് ഇങ്ങനെ. ഇതിന്റെ ലിങ്ക് കൊടുത്താലോ? ആവശ്യം ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. 5 രൂപ കിട്ടണ ഞാൻ കിട്ടിക്കോട്ടെ. സൂപ്പർ. ഇത് തന്നെ കാണുമ്പോ ഒരു സൂപ്പർ ആയിട്ട് തോന്നല്ലേ? അടിപൊളി. ഇത് രസമാണ്. പക്ഷെ ലൈറ്റ് അടിക്കുന്ന ഇരുണ്ടിരിക്കണേ. ചേട്ടൻ മുറുക്കി. ഞാൻ മീൻ വറക്കട്ടെ. ഇപ്പൊ മീൻ വറക്കണ്. പിന്നെ വൈകുന്നേരം പിന്നെ കറി വയ്ക്കാം. ഇപ്പൊ തന്നെ 1:30 ആയി. അപ്പൊ അമ്മ നല്ല ഉറക്കത്തില്ല. അപ്പൊ അമ്മ എനിക്കിനൊക്കെ മുമ്പ് വേഗം മീൻ വറുത്ത ചോറ് കൊടുക്കാം. ആക്ച്വലി ഞാൻ 5 മീനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ എടുത്തത് 4 മീനായിപ്പോയി. വറുക്കാൻ വേണ്ടി ഞാൻ പെരട്ടണ സമയം വരെ എനിക്ക് ആ ഒരു ബോധം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇങ്ങനെ എടുത്ത് വെച്ചപ്പോഴാണോ ആലോചിച്ചത് ഇത് എല്ലാവർക്കും ഓരോന്നെന്ന് പറഞ്ഞിട്ട് എല്ലാം കറക്റ്റായിട്ട് വരില്ലല്ലോ എന്ന്. പിന്നെ വിചാരിച്ചൊരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാവാന്ന്. പിന്നെ സ്റ്റീവിന് ആണെങ്കിലും ചോറിനൊക്കെ കൂടുതൽ ഇങ്ങനെ മീൻ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ മീൻ പിച്ചി പൊളിച്ച് ഇങ്ങനെ കൊടുത്ത് ഞാൻ കഴിക്കാൻ ഇഷ്ടം. ചോറിൻ്റെ കൂടെ അങ്ങനെ സെപ്പറേറ്റ് കഴിക്കാൻ അത്ര വലിയ ഇൻട്രസ്റ്റില്ല. കഴിക്കും. എന്നാലും നമ്മളിങ്ങനെ അതിൻ്റെ മാംസം മാത്രമായിട്ട് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ അവന് ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഞാൻ രാവിലത്തെ നമ്മുടെ കിഴങ്ങുണ്ടല്ലോ, കിഴങ്ങെന്ന് തന്നെ പറയാം, ചേമ്പ്. അപ്പം ഞാനത് ഞങ്ങൾ കഴിച്ചിട്ട് പിന്നെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പം അത് ഇനിയിപ്പോൾ നമുക്കിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റേതായ ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതിനൊന്ന് ഉടച്ചു. പിന്നെ കുറച്ച് കടുക് പൊട്ടിക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്. കുറച്ച് കറിവേപ്പിലല്ല സോറി വെളുത്തുള്ളി ഇട്ടു. പിന്നെ ചേമ്പിന് ഇതിലിട്ടു. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലിട്ടേക്കുന്നത് ഒരു മുറി തേങ്ങയും 2 പച്ചമുളകും നാടൻമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ചെറിയുള്ളി ഇട്ടിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്തു. പിന്നെ ലേശം ഉപ്പിട്ടു. കാരണം തേങ്ങയും കൂടിയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഉപ്പിന് ഇച്ചിരി കുറവേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉപ്പും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. കാരണം ഇത് നമ്മൾ നശിപ്പിച്ച് കളയാൻ പാടില്ലല്ലോ. അപ്പോൾ ഉച്ചക്കത്തേക്ക് എന്തായാലും വേറെ കറികളൊന്നും ഇല്ല. പിന്നെ അച്ചാറും മീൻ വറുത്തതും ഇതും കൂട്ടി ഒരു സൈഡ് കറി പോലെ അങ്ങനെ കഴിക്കാൻ രസം ഉണ്ടാവുമായിരിക്കും. ഇൻ കേസ് ഇത് ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് വൈകുന്നേരം ചായയുടെ കൂടെ കൂടി കഴിക്കാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. നമ്മുടെ ആൽബി എത്തിയിട്ടുണ്ട്. ചെടീനെ ഹോൾസെയിലായിട്ട് സെയിൽ ചെയ്യാൻ വന്നേക്കണ ചേട്ടനാണ്. അതിൻ്റെ ഒരു തൈ കൊടുക്കുന്നത് 100 രൂപയായിട്ടുണ്ടോ? ഒരു തൈക്ക് ഒരു തൈ 100 രൂപയായിട്ട് കൊടുക്കണേ. ഞങ്ങളുടെ വ്യൂവേഴ്സിന് ഓഫറുണ്ട്. വ്യൂവേഴ്സിന് ഓഫറാണ്. 100 രൂപയുള്ളൂ മുളയ്ക്കാണെങ്കിൽ. മുളച്ചില്ലെങ്കിൽ കൊടുക്കൂല. അപ്പോൾ 100 രൂപയ്ക്ക് കൊടുക്കാനുള്ള തൈകളാണ്. നിങ്ങൾക്ക് വേണോ? അതെ, ആൽബിക്കുട്ടൻ ബാംഗ്ലൂർക്ക് പോവാണ്. ഈ ആൽബിനെ ബാംഗ്ലൂരിൽ ഇന്നലെ കാണാൻ പറ്റുള്ളൂ. ആൽബി അങ്ങനെ ജോലിക്കായിട്ട് ബാംഗ്ലൂരിലേക്ക് പോവാണ്. ആൽബി എന്റെ അങ്കിളുടെ മോനാണ് കേട്ടാ. നിങ്ങൾ കുറെ പ്രാവശ്യം കണ്ടിട്ടുണ്ടാവാം വീഡിയോസില്. ക്വാളിറ്റി കൺട്രോളർ ആയിട്ട് ഫുഡ് ഇൻഡസ്ട്രിയിൽ. അപ്പൊ ഞാൻ ചെടി നടത്താം. എന്താ ചെടിയുടെ ക്വാളിറ്റി കൺട്രോളർ ആയിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചു, കുറച്ച് കഴിച്ചു, വലിയവരായിട്ട് കഴിച്ചില്ല. അമ്മയ്ക്കൊക്കെ കൊടുത്തു, സ്റ്റീവിനും ഗ്രേസിനൊക്കെ കൊടുത്തപ്പോ ഞാൻ കഴിച്ചു. ചേട്ടൻ കഴിക്കാനല്ലേ? ഞാനിത് നട്ട് കഴിഞ്ഞ് ഇത് മുളച്ചിട്ട് ഞാൻ കഴിക്കും. നട്ടേണ്ടി വരാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇരിക്കാൻ വയ്യ. അപ്പൊ അങ്ങനത്തെ സനജാന്റെ പണികളൊക്കെ ഏകദേശമൊക്കെ തീർന്നു. നല്ല മഴയ്ക്കുള്ള കാറ്റൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നല്ല പെരുമഴയായിരിക്കും എന്ന് തോന്നുന്നു. ഇടികൂടുങ്ങണ സൗണ്ട്, എവിടെയോ ഇടികൂടുങ്ങണ സൗണ്ടൊക്കെ കേൾക്കണ്ട്. ഇവിടെ ഞാൻ ഗ്രേസിന്, ഗ്രേസിനല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നൂഡിൽസിൻ്റെ ഇങ്ങനെ സെപ്പറേറ്റ് ഇത് വരുമല്ലോ, അത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് പിന്നെന്താ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനി ഊറ്റി മാറ്റണം, എന്നിട്ട് വേണം നൂഡിൽസ് ഉണ്ടാക്കാൻ.
അങ്ങനെ ദേ ചിക്കന് കട്ട് ചെയ്ത് ചിക്കൻ ഇട്ടിട്ടാണ് ഇന്ന് നൂഡിൽസ് ഉണ്ടാക്കണത്. എൻ്റെ സ്റ്റൈലുള്ള നൂഡിൽസാണ് കേട്ടോ. സോസും കാര്യങ്ങളൊന്നും ഇടണില്ല. ആകെ ഇടണത് മാഗി ക്യൂബാണ്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് മാഗി ക്യൂബ് ഇട്ടു. പിന്നെ കട്ട് ചെയ്ത് വെച്ചേക്കണ ചിക്കൻ ഇട്ടു. 2-3 പീസ് ചിക്കൻ എടുത്തിട്ടുള്ളൂ. പിന്നെ അത് അവിടെ കിടന്ന് വേവണ ഗ്യാപ്പിൽ ഇതിലേക്ക് ഞാൻ ക്യാരറ്റും അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെയും അതിൻ്റേതായ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. സണ്ണിയേട്ടനാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചില്ല. ആൽബി വന്നപ്പോൾ ചായ കുടിച്ചായിരുന്നു. പിന്നെ ആ ചെടികളുടെ ലോകത്തായിരുന്നു. ചെടികളുടെ പരിപാടികളും അങ്ങനെ പുറത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യലായിരുന്നു. വീടിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടായില്ല. മഴയാണെങ്കിലും പെരുമഴ പെയ്തില്ലായിരുന്നു. പെരുമഴയൊക്കെ വൈകുന്നേരമാണ് ഇപ്പോൾ. ഒരു ചാറ്റൽ മഴയും ആ ഒരു ചെറുതായിട്ട് ഒരു മഴയുണ്ട്. ആ ഒരു മൂടിയൊരു അന്തരീക്ഷ. പിന്നെ ആണെങ്കിൽ ഇന്ന് രാവിലെ നല്ല വെയിലുണ്ടായിരുന്നു. ഭയങ്കര വെയിലല്ല, എന്നാലും ചെറിയൊരു ചൂടുള്ള വെയിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ തുണികൾ 2-3 ദിവസമായിട്ട് നമ്മുടെ ഷീറ്റിൻ്റെ അടിയിൽ കിടന്ന തുണികളൊന്നും എനിക്ക് ചൂടാക്കി എടുക്കാൻ പറ്റി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. കാരണം പിന്നെയും കുറച്ച് പെൻഡിങ് തുണികളുണ്ട്. കാരണം അമ്മയുടെ ബെഡ്ഷീറ്റുകൾ മാറ്റുന്നു, ഇതൊക്കെ നമ്മളിങ്ങനെ ഡെയിലി ചേഞ്ച് ചെയ്യുമ്പോൾ അമ്മയ്ക്ക് കുറേ പെൻഡിങ് സാധനങ്ങളൊക്കെ ഇങ്ങനെ വരും. അമ്മയുടെ തുണികളൊക്കെ ആണെങ്കിലും നമ്മുടെ ഡ്രസ്സുകളാണെങ്കിലും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇടാൻ വേറെ സ്ഥലമൊന്നുമില്ലല്ലോ. ഉണങ്ങി കിട്ടിയില്ലെങ്കിലും പ്രശ്നമല്ലേ. അപ്പോൾ വെയിലൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് കുറച്ച് തുണികളൊക്കെ കഴുകാനുള്ളത് വാഷിംഗ് മെഷീനിലിട്ട് കഴുകാനുള്ള ടൈമൊക്കെ അതിൻ്റെ ഇടയിൽ കിട്ടി. പിന്നെ സ്റ്റീവ് ആണെങ്കിൽ നല്ല സൂപ്പറായിട്ട് ഉച്ചയ്ക്ക് ഉറങ്ങി. അപ്പോൾ ഉറങ്ങിയ ഗ്യാപ്പിൽ എനിക്ക് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. കാരണം രാവിലത്തെയും ഉച്ചയ്ക്കത്തെയും പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ഞാൻ അവൻ ഉറങ്ങിയ ഗ്യാപ്പിൽ ഞാൻ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി തീർത്തു. ഇനിയിപ്പോൾ ഇതും കൂടി ഉണ്ടാക്കി തീർത്താൽ ഞാൻ അടുക്കളേനെ ക്ലോസ് ചെയ്യും. കാരണം ഉച്ചയ്ക്കത്തെ ചോറൊക്കെ ഇരിപ്പുണ്ട്, വൈകുന്നേരത്തേക്ക് കുറച്ച് ഇരിപ്പുണ്ട്. പിന്നെ ഇതും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കഴിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഇത് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടും. പിന്നെ എല്ലാ ദിവസവും പറയണ പോലെ നമ്മൾ 2 വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. മാക്സിമം പറയുന്ന രീതിയിലൊക്കെ 2 വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ട്, ഇഷ്ടമുണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എൻ്റെ കട്ടിങ്ങൊക്കെ തീർന്നു. ഇനി ഇതിലേക്ക് ഞാൻ ഓൾറെഡി ആ ചിക്കനൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. അധികം നേരം കുക്കാവണ്ടല്ലോ, പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സിമ്മിലിട്ട് വെച്ചേക്കാണ്. അപ്പോൾ ബട്ടർ ഇട്ടിട്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ ബട്ടറിൻ്റെ പാക്കറ്റ് പുതിയത് മേടിച്ചത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ചെറിയ പീസ് മീൻസ് ഇത്രയുള്ളൊരു പീസ് ഞാൻ കട്ട് ചെയ്തു മാറ്റിയിട്ട് ഇനി അത് കുക്ക് ചെയ്യാൻ തുടങ്ങുകയാണ് കേട്ടോ. സ്റ്റീവും ഗ്രേസും ഇപ്പോൾ അതേ അകത്ത് കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഗ്രേസ് കുറച്ച് നേരമൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കും. പിന്നെ 2 പേരും മൈൻഡ് ചെയ്യില്ല. നേരത്തെ പറഞ്ഞ പോലെ അവൾ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അവനെ മാറ്റും. പിന്നെ അവളുടെ ലോകത്തേക്ക് പോകും. അപ്പോൾ എന്തായാലും എന്നെ അന്വേഷിച്ചൊന്നും അവൻ അധികം വരണില്ല. അമ്മാമ്മയുടെ അടുത്ത് വർത്താനം പറയണ സൗണ്ടും കേൾക്കുന്നുണ്ട്, ചേച്ചിയുടെ അടുത്ത് ഓടേണ്ട സൗണ്ടും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇടണമായിരുന്നു. അപ്പോൾ വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ വേഗം വെളുത്തുള്ളീനെ എടുത്തിട്ട് 2 അല്ലി വേഗം ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ചതച്ചെടുക്കുകയാണ്. അപ്പോൾ ഓൾറെഡി വേവിച്ച് വെച്ചായിരുന്ന ചിക്കനൊക്കെ ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി അതേ വെളുത്തുള്ളി ഇട്ടു. ഇനി ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ കട്ട് ചെയ്ത് വെച്ചേക്കണ ക്യാപ്സിക്കവും ക്യാരറ്റും ഇടാണ് കേട്ടോ. ഇതെൻ്റെ ഒരു തട്ടിക്കൂട്ട് നൂഡിൽസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിള്ളേരെ പറ്റിക്കാനുള്ള പരിപാടി പിന്നെ ഇഷ്ടമാണ്. ഗ്രേസിന് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത്, മുട്ടയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൊടുക്കുന്നത് ഇഷ്ടമാണ്. എപ്പോഴും ഞാൻ മാഗി ക്യൂബൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇപ്പം മാഗി ക്യൂബ് എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടതാണ്. അല്ലെങ്കിൽ മാഗി ക്യൂബ് ഇല്ലാണ്ടാണ് ഉണ്ടാക്കാറ്. ഇന്നിപ്പം മാഗി ക്യൂബ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ഫ്രോസൺ ബീൻസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ടു. അപ്പോൾ അതെല്ലാം അത്യാവശ്യം ഒന്ന് ആവിയിൽ വെന്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ്റെ ആ ഒരു സൂപ്പ് പോലത്തെ സംഭവം കൂടി ഇട്ടു. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു. അതും ആ ഒരു അതിലുപ്പും എല്ലാം ഒന്ന് ചേരട്ടെ എന്ന് വിചാരിക്കുകയാണ്. ഉപ്പൊന്നും എക്സ്ട്രാ അഡീഷണലായിട്ട് ചേർക്കണില്ല. കാരണം മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പിൻ്റെ ഒരു അംശം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വെജിറ്റബിൾസിലൊക്കെ ചെറിയ രീതിയിൽ ഉപ്പ് വന്നിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഈ
നൂഡിൽസിൻ്റെ ആ ഒരു ഇതിൽ ഞാൻ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. അപ്പോൾ അത്യാവശ്യം അതിന് ഉപ്പുണ്ട്. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ഒരു ചെറിയ അത്യാവശ്യം ഉള്ള ഉപ്പ് വരുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി പിന്നെ ഞാൻ ഉപ്പൊന്നും ഇട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിലേക്ക് സോയാ സോസോ ടൊമാറ്റോ സോസോ അങ്ങനത്തെ സോസ് ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യണില്ല. കുരുമുളക് കൂടി ഇടണില്ല, അങ്ങനെ ഒന്നും ഇടുന്നില്ല. ജസ്റ്റ് ഈ ഒരു ഫ്ലേവറിലാണ് കഴിക്കണത്. ഇതിപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാണ്ട് വെറുതെ ഇതിൻ്റെ ഇടയിൽ വന്ന് സ്റ്റീവൻ ഗ്രേസ് എടുത്ത് കഴിച്ചായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ വേവിച്ച് വെച്ചായിരുന്ന ഐറ്റം. അപ്പോൾ അങ്ങനെ എൻ്റെ നൂഡിൽസ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. സണിചേട്ടൻ നമ്മുടെ ഡോഗ്സിന് തീറ്റ മേടിക്കാൻ പോയേക്കാണ്, എത്തിയിട്ടില്ല. കുറച്ച് കഴിയുമ്പോഴേക്ക് എത്തും. പെരുമഴ പെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും പുറത്തുണ്ട് കേട്ടോ. ഞാൻ മാളയെ പോയിട്ട് വന്നോളൂ കേട്ടോ. മഴ വീണ്ടും തുടങ്ങി. നമ്മൾ വാങ്ങാറുള്ള നമ്മുടെ കനയം ക്രീക്കിൻ്റെ 30 കിലോൻ്റെ ചാക്ക് ഇപ്പം ഇല്ലയെന്ന് പറയണം, വന്നില്ല പറയണം. അപ്പം അങ്ങനെ മാള വരെ പോയി അന്വേഷിച്ച് അങ്ങനെ സംഭവം കൊണ്ടുവന്ന് കിട്ടി. അപ്പോൾ ഇന്നൊരു തീറ്റ തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കൊണ്ടിൻ്റെ ഉള്ളിൽ കയറലും മഴ വീണ്ടും തുടങ്ങലും ഒരുമിച്ചായിരുന്നു. അപ്പോൾ ചെക്കനും പെണ്ണും ഇവിടെ തിന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. ഇവിടെ വന്നേടി ഹണി, ഇങ്ങോട്ട് വാ. ഹണിക്കുട്ടി ഇങ്ങനെയുണ്ടാ. ഇത് നമ്മുടെ റിയോ കുട്ടൻ. ഇവിടെ ബിങ്കോനെ കാണില്ല ഇരുട്ടത് കേട്ടോ. നിന്നെ കാണില്ല അതിരിട്ടത്. ജോൺ അവിടെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മഴ വീണ്ടും പെയ്തു തുടങ്ങിയത്. നല്ല ശക്തമായ മഴയാണ് ഞങ്ങളുടെയൊക്കെ, അടിപൊളി മഴ. അപ്പോൾ എന്തായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഇത്രയും നേരത്തെ വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളിലേക്കാണ് അടുത്ത വീഡിയോ കൂടെ വരാം. വീഡിയോനെ കുറിച്ച് അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. ബൈ ബൈ.